നമസ്കാരം, വെൽക്കം ടു പ്രഭാസ് വെജി വേൾഡ്. ഇന്നൊരു സിമ്പിൾ ഡിഷാണ്. ഇതൊരു മെയിൻ കോഴ്സിൽ ഉപയോഗിക്കുന്നതല്ല കേട്ടോ. ഇത് നമ്മൾ പല റെസിപ്പികളിലും ഉപയോഗിക്കാൻ പറ്റുന്ന, കളറിനും ടേസ്റ്റിനും ടെക്സ്ചറിനും ഒക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഞാൻ തന്നെ പല റെസിപ്പികളിലും ഇത് ഉപയോഗിച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. അത് കണ്ട് കുറച്ച് പേര് ചോദിച്ചിട്ടാണ് ഈ റെസിപ്പി ഇടുന്നത് കേട്ടോ. ഞാനിവിടെ ബ്രെഡ് മഞ്ചൂരിയനും ഇഡ്ലി 65ഉം അതുപോലെ സ്വിഷ് ആൻഡ് ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ദാൽ മഖ്നി, ഒരുപാട് റെസിപ്പികളിൽ നമുക്ക് ഈ ഡിഷസിന് ഈ ചില്ലി പേസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്കിനി ചില്ലി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്കതിലേക്കൊരു 6 റെഡ് ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്, കുറച്ച് എരിവുള്ളത്. പിന്നെ ഒരു 12 കാശ്മീരി ചില്ലി. ഇതിൻ്റെ സീഡ്സ് കളഞ്ഞിട്ടിടുന്നതാണ് നല്ലത്. ഞാൻ പരമാവധി സീഡ്സ് കളഞ്ഞിട്ടുണ്ട്. ഫുൾ സീഡോടുകൂടി ഇടരുത് കേട്ടോ. ഇനി അതൊന്ന് തിളയ്ക്കാൻ വെച്ചിരുന്നു. ഇതിപ്പോൾ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇത് തിളച്ച് നല്ലവണ്ണം ആ മുളകൊക്കെ പൊന്തി വീർത്ത് വരണം. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്തിട്ട് കുറച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഓഫ് ചെയ്ത് സ്ട്രെയിൻ ചെയ്തെടുത്തതായിരുന്നു. ഇനി ഇതിനെ ഒന്ന് നമുക്ക് പേസ്റ്റ് ആക്കാം. കുറച്ചൊന്ന് തണുത്തിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. ചൂടോടുകൂടി അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനി നമുക്ക് നല്ലവണ്ണം പേസ്റ്റായി അരച്ചെടുക്കാം. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനത് അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി പേസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു 3 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ഒട്ടും ഒഴിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ചില്ലി പേസ്റ്റിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നിലും ഉപയോഗിക്കാൻ പറ്റില്ല. അതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഗാർലിക്ക് നല്ലവണ്ണം ഒന്ന് ചൂടാവട്ടെ. നമ്മളെപ്പോഴും ഈ ചില്ലി പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ആ സീഡ്സ് കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ല എങ്കിൽ നമുക്ക് കഴിക്കുമ്പോഴും കറികളിലൊക്കെ അത് കടിക്കുന്ന ഒരു ടേസ്റ്റ് വരും. ഇനി അതിലേക്ക് നമുക്ക് ഈ ചില്ലി അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റിനെ നമുക്കതിലേക്ക് ചേർത്തി കൊടുക്കാം. ഞാൻ ഒരുപാട് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചത്. അതുകൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വറ്റി ആ പേസ്റ്റായി കിട്ടുകയും ചെയ്യും. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വെള്ളം പറ്റുന്നത്ര സമയം കുറുക്കേണ്ടി വരും. ഇതിൽ നിന്ന് ചില്ലി പേസ്റ്റിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എണ്ണ തെളിയുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഓരോ പ്രാവശ്യവും ആവശ്യത്തിനനുസരിച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. അപ്പം ഞാൻ എഗൈൻ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള ചില്ലി പേസ്റ്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് കുറച്ച് എണ്ണ ഉണ്ടെങ്കിൽ മാത്രമേ നന്നാവുകയുള്ളൂ. ഇല്ല എങ്കിൽ ഇത് കരിഞ്ഞിട്ട് ആ ടേസ്റ്റാണ് നമുക്ക് മുൻപിട്ട് നിൽക്കുക. കുറച്ചും കൂടി ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് കണ്ടോ, ഓയിലൊക്കെ പിടിച്ച് ആ ചില്ലി പേസ്റ്റ് നല്ലൊരു ടെക്സ്ചറിലേക്ക് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ലവണ്ണം പോയി കട്ടിയായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്കിത് ഏകദേശം ഓഫ് ചെയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ വൈറ്റ് വിനിഗറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വിനിഗറും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും കൂടി നമ്മുടെ ഈ ചില്ലി പേസ്റ്റിനെ കിട്ടും. ഇനി വിനിഗർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിട്ട് അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതിനെ ജസ്റ്റ് ഒന്ന് ഞാൻ മിക്സ് ചെയ്ത് ഓഫ് ചെയ്യാൻ പോവാണ്. ഓഫ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ചും കൂടി ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചില്ലി പേസ്റ്റിൽ നമുക്ക് നിറയെ ഓയിൽ വേണമെങ്കിലും ഇത് തണുത്ത് കഴിഞ്ഞാൽ ഈ ഓയിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം. കാണാം. ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും വെള്ളം വറ്റുന്നവരെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കണം. ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പം ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് മാറ്റിക്കഴിഞ്ഞ് 1 മാസത്തോളം നമുക്കിത് കേടുകൂടാതിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഓയിലൊക്കെ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഒരു അഡൾട്രേഷനും ഇല്ലാതെ നല്ല കളറൊക്കെ ആയിട്ട് തന്നെ കറികൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.